പുതിയ കാലത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആണ്. പഠിക്കുന്നതൊന്നും വീട്ടിലും നാട്ടിലും കാണുന്നില്ല എന്നാണ്. കുട്ടി കലാലയത്തിൽ നിന്ന് പഠിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിക്കുന്നത് സ്ക്രീൻ അഡിക്ഷനിൽ പെടല്ലേ എന്നാണ്. വീട്ടിൽ നേരെ ഉൾട്ടയാണ് കാണുന്നത്. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഏത് കലാലയത്തുനിന്നാ മതേതരത്വം കിട്ടേണ്ടത്? തട്ടമിടാൻ അനുമതിയില്ലാത്തൊരു കലാലയം ഉള്ളപ്പോൾ ആ കുട്ടി എവിടുന്നാ മതേതരത്വം പഠിക്കേണ്ടത്, സെക്കുലറിസം പഠിക്കേണ്ടത്? പുതിയ കാലത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ അതാണ്, കൾച്ചറൽ കോൺഫ്ലിക്റ്റ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ വായിക്കുന്നതൊന്നും നാട്ടിൽ കാണാനില്ലല്ലോ. മോള് വലുതായി, ശരിയാവണ്ണം ഡ്രസ്സ് ധരിക്കണം എന്ന് മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു കുട്ടി വീട്ടിലെത്തുമ്പോൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരനോടും മത്സ്യം വിൽക്കുന്ന ജോലിക്കാരനോടും ഉമ്മ കിന്നാര വർത്താനം പറയണത് കാണുമ്പോൾ ഇക്കുട്ടിയും ചിന്തിക്കൂലേ, അപ്പം ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചതോ? മുടി മുറിക്കുമ്പോൾ മദീനയിലെ കൾച്ചർ പാലിക്കണം എന്ന് അധ്യാപകൻ ഉസ്താദ് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കുട്ടി ആലോചിക്കുന്ന അപ്പം എൻ്റെ ഏട്ടനോ? ഗൂഗിൾ പേ ചെയ്യലാണ് ഉപ്പാന്റെ ഡ്യൂട്ടി എന്ന് വിചാരിക്കുന്നത് തെറ്റ്. നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു. നമ്മൾ ആവേണ്ടത് റോൾ മോഡലാണ്. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് തർബിയത്ത് കൊടുക്കുന്നത് ഞാൻ വുളു എടുത്ത പോലെ വുളു എടുക്കാം, ഞാൻ ഏത് ഭാഷയിലാണോ ഖുത്ബ ഓതിയത് ആ ഭാഷയിൽ, ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങൾക്ക് നിസ്കരിക്കാം. ഖൈറുക്കും, നിങ്ങളിൽ ആരാണ് ടോപ്പർ, നിങ്ങൾ ആരാണ് റാങ്ക് ഹോൾഡർ ആവുന്നത്? ഖൈറുക്കും ലിനിസാഇ, ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറിയവരാണ്. നബിതങ്ങൾ ഇത് പറയുമ്പോൾ സദസ്സിൽ അമ്മോശന്മാരും ഉണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ തങ്ങളും. അമ്മോശന്മാരുടെ മുമ്പിൽ ധൈര്യത്തോടെ നബിതങ്ങൾ പറയാം, ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറിയവരാണ് ഏറ്റവും നല്ലയാൾ. ഇത് പറഞ്ഞ ഉടനെ തങ്ങൾ പറയുന്നുണ്ട് വഅന ഖിയാറുക്കും ലിഅഹ്ലി, പോയി ചോദിക്കാം നിങ്ങൾക്ക് ആയിഷയോടും ഹഫ്സയോടും എന്ത്, ഞാൻ എങ്ങനെയാണ് വീട്ടിൽ എന്ന് ചോദിക്കുന്നുണ്ട് സ്വഹാബിമാര്. മുത്തുനബി എങ്ങനെയാ വീട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളപ്പണിയിൽ സഹായിക്കും, പാല് കറന്നേരും, ചെരുപ്പ് ശരിയാക്കും, പാത്രം ശരിയാക്കും, വീട് പണിയെടുക്കും, ആടിനെ കറന്നേരും, അങ്ങനെ അങ്ങനെ അങ്ങനെ. പറയാൻ എളുപ്പം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കുട്ടികൾ നേരിടുന്ന കൾച്ചറൽ കോൺഫ്ലിക്റ്റിനെ നമ്മൾ അതിജയിക്കണം. മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നന്മകളും നമ്മുടെ വീട്ടിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ പരിസരത്തും ഉണ്ടാവണം. ഇന്ത്യ മതേതര രാജ്യമാണ് എന്ന് വായിച്ച ഒരു കുട്ടിക്ക് കലാലയത്തിൽ നിന്ന് തട്ടമിടാൻ അനുമതിയില്ലെങ്കിൽ ഈ കുട്ടി എവിടുന്ന് സെക്യുലറിസം പഠിക്കും? ഇറ്റ് ഈസ് എ കൾച്ചറൽ കോൺഫ്ലിക്റ്റ്. പഠിക്കുന്നതൊന്ന്, കാണുന്നതൊന്ന്, സോഷ്യൽ മീഡിയയിൽ ഒന്ന് എങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ മക്കളെ എങ്ങനെയാ മതേതരത്വം പഠിക്കുക? എങ്ങനെ പഠിക്കും? പറഞ്ഞു വരുന്ന ആശയം അൽ മുഹാഫളത്തു അലാ മാലിഹിം, ഉപ്പാന്റെ ഉമ്മാന്റെ സ്വത്തിനെ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യണം. അവരുടെ ജീവിതകാലത്താണെങ്കിലും അനന്തര സ്വത്തോഹരി വെക്കുമ്പോഴും ശ്രദ്ധിക്കണം. 6 ഇക്റാമുഹുമാ വ ഇഅ്താഉഹുമാ കുല്ലമാ യത്ലുബാൻ, അവരെ നന്നായി ആദരിക്കണം, ബഹുമാനിക്കണം. അവരെന്തെല്ലാമാണ് നമ്മളോട് ചോദിക്കുന്നത് അത് കഴിവുണ്ടെങ്കിൽ കൊടുക്കണം, അതിൽ പിശുക്ക് കാണിക്കരുത്. അവരെ ആദരിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു മഹാൻ ജയിലിലടക്കപ്പെട്ടു. അവരുടെ മകനും, മഹാന്റെ പേര് യഹ്യൽ ബർമാക്കി എന്നാണ് റഹിമഹുല്ലാ, അവരുടെ മകന്റെ പേര് ഫളുൽ എന്നാണ്. ഉപ്പയായ യഹ്യ എന്നവർക്ക് പച്ചവെള്ളം തണുത്ത വെള്ളം ഉപയോഗിക്കൽ പ്രയാസമാണ്. ജയിലിലാണെങ്കിൽ ചുടുവെള്ളത്തിന് സംവിധാനം ഇല്ലതാനും.
അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ അടുത്ത് ഉപ്പ ഉറങ്ങിയ ഘട്ടത്തിൽ വെള്ളമെടുത്ത് അവിടെ തന്നെ ചേർത്ത് വെച്ചു. എന്തിന്? വല്ലാതെ ചൂടാവൊന്നും ചെയ്യില്ല. വിളക്കിന്റെ അടുത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന അവിടെ വെള്ളം സംവിധാനിച്ചാൽ ഭയങ്കര ചൂടാക്കാനുള്ള സിസ്റ്റം ഇല്ല, എന്നാലും ചെറിയൊരു ചൂട് കിട്ടുമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം തഹജ്ജുദിനും സുബഹിനുമുള്ള നിസ്കാരത്തിന്റെ വുളൂഇന് ഉപ്പക്ക് ചെറിയ ചൂടാണെങ്കിലും വെള്ളം കൊടുക്കാൻ പറ്റി ഫളിൽ എന്ന മകന്. ജയിൽ വാർഡൻ ഇതറിഞ്ഞു. അവിടുത്തെ വിളക്ക് അങ്ങ് മാറ്റുകയും അത് വിലക്കുകയും ചെയ്തു. പിറ്റേന്ന് രാത്രി എന്ത് ചെയ്യുമെന്നാണ് ആ മകന്റെ ആശങ്ക. എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് കിട്ടിയ ഉത്തരം, ഇന്ന് രാത്രി ഉറങ്ങണ്ട. ഉപ്പ് ഉറങ്ങിയാൽ വെള്ളത്തിന്റെ പാത്രം ഒരു സ്ഥലത്ത് വെച്ച് അതിന് കോഴി അടയിരിക്കണ പോലെ തൻ്റെ വയറിനോട് ചേർത്ത് പിടിക്കുക. ചൂട് കിട്ടില്ല, തണുപ്പ് പോയാലോ? ശരീരത്തിൻ്റെ ചൂടെന്ന് ഒരു ബ്ലൂടൂത്ത് സംവിധാനം പോലെ അതിനെ തണുപ്പകറ്റിയാലോ? ചേർത്ത് പിടിച്ചിട്ടാണ് ഒരു രാത്രിക്ക് രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് മകൻ കൊടുത്തത്. പഠിക്കണം ജീവിതം. ഒരു ഉപ്പക്ക് വേണ്ട സാധനം കൊടുക്കാൻ ഒരു മോൻ സഹിക്കുന്ന ത്യാഗം കണ്ടങ്ങൾ പഠിക്കണം കൂട്ടുകാരെ, പഠിക്കണം. നമുക്ക് ദുനിയാവിൽ വിജയിക്കാൻ അള്ളാഹ് സംവിധാനിച്ച രണ്ടാൾക്കാരുടെ പേരാണ് ഉപ്പ ഉമ്മ എന്നുള്ളത്. അവിടെ നമ്മൾ തോറ്റുപോകരുത്, അവിടെ നമ്മൾ ജയിക്കണം. ചില കുട്ടികളെയൊക്കെ കാണും, അവർ ജീവിതത്തിൽ ചില കുരുത്തക്കിടക്ക് ഉണ്ടാവുമെങ്കിൽ പോലും അവരുടെ ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ്. അവരെ നന്നായി ആദരിക്കണം, അവരെ നന്നായി ആദരിക്കണം. അതിൻ്റെ ചില പാർട്ടുകൾ വഴിയേ വരുന്നത് കൊണ്ടാണ് ഈ പോയിന്റ് കൂടുതൽ വിശദീകരിക്കാത്തത്. ഏഴാമത്തത്, മുശാവറത്തുഹുമ ഫീ കുല്ലിൽ അഅ്മാലി വൽ ഉമൂർ. ഏത് കാര്യത്തിലും ഉപ്പാനോടും ഉമ്മാനോടും ഒന്ന് കൂടി ആലോചിക്കണം. ഉപ്പ ഈ റബീഉൽ അവ്വലിന് ഉംറക്ക് പോകണമെന്നുണ്ട്, പോകണോ? പോകണമെന്നുണ്ട്. നീ ചെയ്തില്ലേ ഫർദായ ഉംറയൊക്കെ? ഉപ്പാക്ക് എന്തോ താല്പര്യക്കുറവുണ്ടോ? നീ ആ ക്യാഷ് ഞാനൊരു പാവത്തിൻ്റെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണം വിചാരിച്ചു. ആരത്? മൂത്താപ്പൻ്റെ ഉപ്പരേട്ടൻ്റെ മൂക്കോ? അത് പറഞ്ഞാൽ മതിയല്ലോ. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഉമ്മ, ഞാനെന്ന പള്ളിയിലേക്ക് ഇറങ്ങട്ടെ. മോനെ, ഈ മഴയും ഇടിയും കാറ്റൊക്കെ വരുന്നതുകൊണ്ട് ഇടയ്ക്കിടെ കറണ്ട് പോകണ്ടല്ലോ. എന്തോ ഒരു പേടി. ഉപ്പ ഉള്ള കാലമാണെങ്കിൽ ആ പേടിയൊന്നും ഉണ്ടായില്ല. ഉപ്പ അവിടെ കിടത്തത്തിലാണ്. ഉപ്പ മരിച്ചതിന് ശേഷം ഉമ്മാക്കൊരു പേടി. മോനെ, ഉമ്മ എന്താ പറഞ്ഞു വരുന്നത്? മോൻ ഇന്ന് വീട്ടിൽ നിന്ന് തറാവിസ്കരിച്ചാലോ? ഉമ്മ, ഇന്ന് റമദാൻ 27 അങ്ങനെയാണെങ്കിൽ പിന്നെ മോനെ അന്ന് നമ്മൾ വീട്ടിൽ നിസ്കരിച്ചാൽ മതി കേട്ടാ. ഏതാ ഇസ്ലാം എന്ന് പറയാം നമ്മുടെ മതം? നിന്റെ സുഹൃത്തിനേക്കാൾ, നിന്റെ വണ്ടിയേക്കാൾ, നിന്റെ ഫോണിനേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, സുന്നത്ത് നിസ്കാരത്തെക്കാളും പ്രാധാന്യം ചില ഘട്ടങ്ങളിൽ ഉമ്മക്കുണ്ട്. അപ്പൊ എല്ലാ ഡിസ്കഷനും ഉമ്മാനോട്. ഉമ്മ, എനിക്കെന്തോ ഒരു ഉരുണ്ട കളി ഉണ്ടല്ലോ, ഉമ്മാരെ കാലെല്ലാം തടവി തരുന്നുണ്ടല്ലോ, എന്തുണ്ടല്ലോ, ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്താലോ എന്ന് വിചാരിക്കുന്ന ഷോപ്പ്. മോന് പോയിക്കും. മോന് പരമാവധി ഉമ്മാൻ്റെ അടുത്ത് നിന്നല്ലോ. അങ്ങനെ ഒരു പൊരുത്തുള്ള മോന്. ഈ അടുത്തൊരു മോനെക്കുറിച്ച് ഞാൻ കേട്ടു. എന്താ പറയുക, വിദേശത്താണ് ജോലി. ഉമ്മൻ്റെ അസുഖത്തിന് കുറേ കാലം ഇവിടെ തന്നെ നിന്നു. ഉമ്മ എപ്പോഴാണോ റിട്ടേൺ എടുക്കാൻ പറയണത് അന്നേ എടുക്കുള്ളൂ എന്നാണ് ഈ മോൻ്റെ തീരുമാനം. വീട് പണിയൊക്കെ എടുക്കുന്നുണ്ട്, ക്യാഷ് ആവശ്യമുണ്ട്. അത് നാട്ടിൽ നിന്ന് ഏതായാലും പറിക്കാനും എടുക്കാനും കഴിയില്ല, വിദേശത്ത് തന്നെ പോകണം. പക്ഷെ ഉമ്മ പറയണം റിട്ടേൺ ടിക്കറ്റ് എടുത്തോളി. അതാണ് മക്കൾ എന്ന് പറഞ്ഞാൽ. അപ്പോഴല്ലാണ് വൈബ് സെറ്റാവൽ. ഇതാ ശരിക്കും വൈബ്, ഇതല്ലേ വൈബ്. മുശാവറത്തുഹുമ, എല്ലാ കാര്യവും അവരോട് ഡിസ്കസ് ചെയ്യാം. വിശേഷിച്ച് ദീർഘദൂര യാത്രയൊക്കെ പോകുമ്പോൾ, ഹജ്ജ്, ഉംറ, സിയാറത്ത്, ഉപ്പാരും ഉമ്മാരും പൊരുത്തം വാങ്ങണമെന്ന് യാത്രൻ്റെ മര്യാദയാണ്. ഉമ്മാനോട് ഞാൻ നാളെ പോകുന്നട്ടെ, ഏടാ ഉംറക്ക്? വെരി ഗുഡ്, അടിപൊളി. അവരോട് മുശാവറ നടത്തണം. മുശാവറ നടത്തിയ ഒരു കാര്യത്തിലും പിന്നീട് നിരാശാവേണ്ടി വരില്ല, പരാജയപ്പെടില്ല.
വിശേഷിച്ച് അവരെ കിതാബിൽ പ്രയോഗിച്ച ഒരു പ്രയോഗം തന്നെ കിതാബിലുണ്ട്, ഇർലാ എന്നാണ്. ദഖായിർ എന്ന കിതാബിലുണ്ട് ആശയം ഇർലാ. എന്താണ് ഇർലാ എന്ന് പറഞ്ഞാൽ? ഉപ്പ ഉമ്മ അവരെ തൃപ്തിപ്പെടുത്തണം. ഹജ്ജ് ഉംറക്ക് സിയാറത്തിനൊക്കെ പോകുമ്പോൾ ഓരെ തൃപ്തിപ്പെടുത്തണം. അതിന് ആദ്യം അവരോട് പറയണം, മുഷാവറ നടത്തണം. സ്ഥലം വാങ്ങുമ്പോൾ, ഷോപ്പ് തുടങ്ങുമ്പോൾ, വീടെടുക്കുമ്പോൾ, കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ, പുതിയ വണ്ടി എടുക്കുമ്പോൾ, ഉമ്മ ഞാൻ ഇന്നോവനെ എടുക്കാൻ. ഉമ്മാക്ക് ഇന്നോവ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും മനസ്സിലാവുകയും ചെയ്യില്ല. ഉമ്മ ഞാൻ CMA. ഉമ്മാക്ക് CMA എന്ന് പറഞ്ഞാൽ എന്താന്ന് തിരിയുകയും ചെയ്യില്ല. അത് നീ നോക്കണ്ട. പക്ഷെ ആ നാവിൽ നിന്നൊരു ബർക്കത്തിന്റെ ദുആ കിട്ടിയാൽ മതി, ആ ചുണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് അത് കിട്ടിയാൽ മതി. ദാറ്റ്സ് ഇനഫ്. യു ഹാവ് സക്സീഡ്. നീ വിജയിച്ചു, അത്ര മതി. നാളെയാണ് എൻ്റെ എക്സാം, എൻ്റെ മോനെ അള്ളാഹു വിജയിപ്പിക്കണം. മതി 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 മതി. ഉപ്പ ഉമ്മ ഉള്ള കാലം എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചുള്ള കാലമാണ്. ഉപ്പ ഉമ്മ നമ്മളെ വീട്ടിൽ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ല എന്നല്ല, സൂര്യൻ അസ്തമിച്ച ഫീലിംഗ്. പിന്നെ നമുക്ക് ടോട്ടലി ഒരു ഇരുട്ട് പോലെയാണ്, എന്താന്ന് തിരിവില്ല. ഉപ്പാക്കും ഉമ്മാക്കും വലിയ ആഫിയത്ത് ഉണ്ടാവണമെന്നും വേണ്ട. ഉപ്പാക്ക് സുഖമില്ലാണ്ട് വീട്ടിൽ കിടപ്പില്ല, ഉമ്മ കിടത്തത്തില്ല. മതി, ആ തണൽ അവിടെ ജീവനോടെ കിട്ടിയാൽ മതി. നമുക്ക് ഒരു ജീവന്റെ തുടിപ്പ് ചെറുതെങ്കിലും അവിടെ ഉണ്ടായാൽ മതി. ആ ഒരു കാവലാണ് നമുക്ക്, തണലാണ്. നടത്തെ ഇനി മുതൽ ശ്രദ്ധിക്കണം കേട്ടോ. എന്താ റബ്ബേ, ഇന്നലെ വരെ ഉമ്മ ദ്വാരക്കാനുണ്ടായിരുന്നു, ആ ഉമ്മ പോയട്ടോ, ഇനി ഒറ്റക്ക് നോക്കണം ജീവിതം എന്നാ കൺസേൺ. ഉപ്പി ഉമ്മ ഉള്ള ഒരു കാവൽ, ഒരു കാലം, ഒരു കാവലിന്റെ കാലം. അവരോടെല്ലാം ചോദിക്കണം. കല്യാണം കഴിച്ചിട്ട് ഉമ്മാക്ക് പ്രാധാന്യം കുറയുന്നതിനെ കുറിച്ചിട്ട് വഴിയേ വരുന്നുണ്ട്, അവിടെ വിശദീകരിക്കുക ബാക്കി കാര്യങ്ങൾ. എട്ടാമത്തത് അൽ ഇക്സാറു മിനദ്ദുആഇ വൽ ഇസ്തിഗ്ഫാരി ലഹുമാ. ഉപ്പാക്കും ഉമ്മാക്കും ദ്വാർക്കണം. ഉപ്പാക്കും ഉമ്മാക്കും ദ്വാർക്കാത്ത മക്കളാണെങ്കിൽ അവരുടെ ഭാവിയിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടിന് സാധ്യത കൂടുതലാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആരോടും പറയണ്ട, നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. 5 വക്ത് നിസ്കാര ശേഷം ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ദ്വാരക്കാറുണ്ടോ? പിന്നെ ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ്വാരക്കല്? ആ മരത്തണലുകൾക്ക് നമ്മൾ ദ്വാരക്കണില്ലെങ്കിൽ പിന്നെ ആരാ ഉള്ളത് നമുക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരാള്? നമുക്ക് ജന്മം നൽകിയ, നമ്മൾ മൂത്രമൊഴിച്ച് കാഷ്ടിച്ച് മടിയിൽ അതെല്ലാം ചെയ്തിട്ടും ഒരു ശാപവാക്കും ഒരു ലയനത്തും ഒരു കുറ്റപ്പെടുത്തലും ഇല്ലാതെ നമ്മളെ സ്നേഹമസണമായി വളർത്തിയ ഉപ്പാക്കും ഉമ്മാക്കും ദ്വാരക്കാൻ നമുക്ക് ടൈമില്ലെങ്കിൽ എന്തിനാ മോനെ നമ്മളെ ലൈഫ്? എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ദ്വാരക്കാത്ത ഒരൊറ്റ നിസ്കാരം എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന് പറഞ്ഞ ഇമാമിങ്ങളുടെ ജീവിതമില്ലേ കിതാബുകളിൽ? ഇല്ലേ? ഉപ്പാക്കും ഉമ്മാക്കും ദ്വാരക്കണം, അവർക്ക് പൊറുക്കലിനെ തേടണം. മാതാപിതാക്കൾക്ക് ദ്വാരക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാനുള്ള ഒരു വഴിയാണ്. ദാരിദ്ര്യം ഉണ്ടാവുന്ന ചില കാര്യങ്ങളൊക്കെ കിതാബുകളിൽ കാണാം. അതിലൊന്ന് മാതാപിതാക്കൾക്ക് ദ്വാരക്കാതിരിക്കലാണ്. അവരെ പേര് വിളിക്കല്, അവരുടെ മുന്നിൽ നടക്കല്, അവർക്ക് ദ്വാരക്കാതിരിക്കല്, നമ്മളെ ജീവിതത്തിൻ്റെ ബർക്കത്തെല്ലാം പോകുന്ന ഒരു ഏരിയയാണത്. അവർക്ക് വേണ്ടി ദ്വാരക്കണം മാതാപിതാക്കൾക്ക്. 9 ഇദാ കാന ഇൻദഹുമാ ളൈഫുൻ. മാതാപിതാക്കളുടെ അടുത്ത് ഒരു അതിഥി ഉണ്ട് എന്ന് വിചാരിക്കാം. ഫൽ ജുലൂസു ബിഖുർബിൽ ബാബ്. നമ്മൾ കുറച്ച് ദൂരത്ത് വാതിലിൻ്റെ അടുത്ത് അവിടെ ഇരിക്കണം. എന്തിനെന്ന് വെച്ചാൽ എന്തെങ്കിലും ചായ എടുക്കാനോ കാപ്പി എടുക്കാനോ സ്നാക്സ് എടുക്കാനോ പീടിയെ പോയിട്ട് പഴം മുട്ട വാങ്ങാനായിട്ട് ഉമ്മ പറയുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. അപ്പാട് വണ്ടി എടുത്തു വിടുക. ചിലപ്പോൾ അതിഥികളുടെ മുമ്പിൽ നിന്ന് നേരെ അവർ ഡയറക്റ്റ് പറഞ്ഞോളണമെന്നില്ല. അപ്പം അവരെന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 10 അൽ അമലു. ഇനി പറയുന്ന ശരിക്കും ശ്രദ്ധിക്കണേ. 10ാമത്തെ കാര്യം, മാതാപിതാക്കൾ നമ്മളോട് കൽപ്പിക്കാതെ തന്നെ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അവരത് പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഉമ്മാക്ക് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഒരു മാക്സി. ഇതെന്താടാ മാക്സി? മകന്ന മാക്സി ഇല്ല.
ഉമ്മാക്ക് ഞാൻ തന്നാൽ എപ്പോൾ ഓരോ കാരണം ഉണ്ടാവും, ഇത് ഇടാൻ എനിക്കൊരാഗ്രഹം. അപ്പോൾ കണ്ണെന്നറിയും, ഛേ ഞാൻ തമാശ ഇങ്ങോട്ട് വന്നടാ, മതി 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 മതി. സ്വർഗം കിട്ടാൻ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം, അതേറ്റവും പ്രധാനം. ഗിഫ്റ്റ് പെട്ടെന്നുണ്ട് ഉപ്പാക്കൊരു ഗിഫ്റ്റ്. ഇതെന്ത് ഉപ്പ ഈ പഴയ ചടാല് ഫോണും ഡിസ്പ്ലേ പൊട്ടി നമുക്ക് തന്നെ ഒരു നാണക്കിടും. ഇപ്പം എടുത്ത് യാറബ് ഇതെല്ലാം ഞാനെങ്ങനെ ഉപയോഗിക്കും, എൻ്റെ പൊന്നെ. മതി 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 എത്ര. അതിനൊന്നും നമുക്ക് സമയമില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഉമ്മാക്കെന്തിനാ വല്ല ഫോണ്, ഉമ്മാക്കെന്തിന് ഫോണ്, ഉമ്മ എന്ത് ഈ ഫോണിന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിന് വീട്ടിൽ ലാൻഡ് ഫോണുണ്ട്, ഉപ്പാക്ക് ഫോണുണ്ട്. അല്ല മോനെ ഒരു വയലെല്ലാം കേൾക്കാന്. എന്ത് വയൽ? ഉമ്മ സലാത്തും ദിക്കറും ചൊല്ലി നടന്ന ഓക്കെ ഓക്കേടാ, ഒന്നും പറയാനില്ല. അങ്ങനല്ല, അവരെന്താ ഈ കിതാബ് പറഞ്ഞ പ്രകാരം ഇതിനേക്കാൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറയേണ്ടത്. എന്ത്? അവരമ്മളോട് പറയാതെ തന്നെ അവരെ സന്തോഷിപ്പിക്കണം. തഹാദു തഹാബു. പാക്കുമാക്കെല്ലാം ഗിഫ്റ്റ് കൊടുത്താൽ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാവും. ഉമ്മ ഇങ്ങനെ ഡ്രസ്സെല്ലാം കണ്ടിട്ട് അമ്മക്ക് തന്നെ ഒരു നല്ലതാ വാഷിംഗ് മെഷീന്, പെട്ടെന്ന് ഉമ്മാക്കൊരു സന്തോഷം. സർപ്രൈസായിട്ട് ചില ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുക്കുക ഉപ്പാക്കും ഉമ്മാക്കും. ഭാര്യക്ക് മാത്രം കൊടുത്ത് ശീലമുള്ളവരാണ് നമ്മളിൽ ഏറെ പേരും. എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്താൽ ഗ്യാമെന്നാളൊന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടാ. ഒന്നും സംഭവിക്കും. 11 അദമു റഫ്ഉ സൗതി ആലിയൻ അമാമഹുമാ. മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് അവരെക്കാൾ ശബ്ദം ഉയർത്തരുത്. നേരത്തെ അതിൻ്റെ സൂചന പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെക്കാൾ ശബ്ദം ഉയർത്തരുത്. ചില മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ ഇത് നന്നായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അവർ വളരെ സൈലൻ്റ് ആയിരിക്കും. ഉപ്പാരും ഉമ്മാരും വന്ന് ഒന്നും മിണ്ടൂല അവർ. 12 അദമു മുഖാതഅതിഹിമാ അസ്നാ അൽ കലാം. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരുടെ സംസാരം മുറിക്കരുത്, കേട്ടിരിക്കണം. ഫോൺ വിളിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഓക്കെ വന്ന ഉമ്മ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നീ ഒരു കാര്യം ഒന്നും പറയണ്ട, ഇപ്പം ഉമ്മ പറഞ്ഞു തീരട്ടെ. ഇടയിൽ കയറി അവരുടെ സംസാരം മുറിക്കരുത്, അനങ്ങാതെ കേട്ടിരിക്കണം. അവര് പറഞ്ഞു തീരട്ടെ. പറഞ്ഞു തീർന്ന ഞാൻ പറയട്ടെ, ഇതൊന്നും ശരിയായ റൂട്ടല്ല.